ഗൈസ്, നെടുമ്പോയിൽ നിന്നും മാനന്തവാടി റോഡിലേക്ക് തിരിയുന്നു. റോഡിൽ പ്രവേശിച്ചു. നല്ല കാലാവസ്ഥയാണ്. കണ്ണൂർ മാനന്തവാടി റോഡിൽ നല്ല കാലാവസ്ഥയാണ് ഗൈസ്. റോഡെല്ലാം കഴിഞ്ഞിടയ്ക്ക് പണി കഴിഞ്ഞതാണ് കേട്ടോ. ഞങ്ങൾക്ക് ഇതിനു മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു. റോഡെല്ലാം വളരെ വൃത്തിയായിട്ടുണ്ട്. എന്താ കാലാവസ്ഥ, എന്താ കൂളിംഗ്, രോമാഞ്ച പുളകിതമായ കാലാവസ്ഥയാണ്. നല്ല തണുപ്പുണ്ട് അത്യാവശ്യം. ഇത് നമ്മുടെ ബോർഡർ ക്യാമറയാണ് കേട്ടോ. അതായത് ജില്ലകളിൽ നിന്ന് ഒരു ജില്ലയിൽ നിന്ന് അടുത്ത ജില്ലയിലേക്ക് പോകുമ്പോഴുള്ള സ്വരം സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് ഉള്ള ക്യാമറ കഴിഞ്ഞു. ഇവിടെ നിന്ന് നെടുമ്പോയി ടൗണിലേക്ക് എക്സ്ട്രാ സൂപ്പർ ടാറിങ് വരും. മേലോട്ട് നോർമൽ ടാറിങ് ആണ് നടന്നത്. നല്ല വീതിയുള്ള റോഡാണ്. വരയൊക്കെ ഇട്ട് ഉഷാറാക്കി വരുന്നുണ്ട്. 43 കിലോമീറ്ററാണ് കണ്ണൂർ ജില്ലയിലെ നെടുമ്പോയിൽ നിന്നും മാനന്തവാടിക്ക്. നല്ല സുഖമുള്ള യാത്രയാണ്. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് ഒരു 3 കിലോമീറ്റർ ഉണ്ട്. അതിൻ്റെ പരിധിയിൽ വളരെ സ്പീഡ് കുറച്ച് വാഹനം ഓടിച്ചാണ് നമ്മുടെ സുഹൃത്ത് ഈ വീഡിയോ എടുക്കുന്നത്. പ്രകൃതി രമണീയമായ ഈ സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. നല്ല വളവുകളും തിരിവുകളും ഉണ്ടെങ്കിൽ പോലും റോഡിന് നല്ല വീതിയും സൈഡുകളിലെ മരത്തിൻ്റെ തണലും റോഡിലെ തിരക്ക് കുറവും ഈ റോഡിലെ ഒരു പ്രത്യേകതയാണ്. വളരെ തിരക്ക് കുറവാണ് ഈ റോഡ്. എല്ലാവരും തിരക്ക് പിടിച്ച് യാത്ര ചെയ്യുന്നത് കൊണ്ട് ബോയ്സ് ടൗൺ റോഡാണ് എല്ലാവരും ഉപയോഗിക്കുക. കൊട്ടിയൂർ ബോയ്സ് ടൗൺ റോഡാണ് എല്ലാവരും ഉപയോഗിക്കുക. കൊട്ടിയൂർ വഴിക്കുള്ള റോഡ്. ഇത് മാനന്തവാടിയിൽ നിന്ന് വരുമ്പോൾ കൊട്ടിയൂർ അമ്പലം പോവില്ല. 42-ാം മൈൽ ബോയ്സ് ടൗൺ എന്ന സ്ഥലത്ത് നിന്ന് കൊട്ടിയൂർ റോഡ് റൈറ്റിലേക്ക് തിരിഞ്ഞു പോകും. ഇത് നേരെ പോരും പേരിയാച്ചുരം വഴി നെടുമ്പോയി. എല്ലാവർക്കും സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഒരു അടിപൊളി ബസ് പാസ്സാകാനുണ്ട്. നമ്മളെ ചിലപ്പോൾ കിട്ടും. നമ്മുടെ കണ്ണൂർ പയ്യന്നൂർ പ്രതാപ് പോയിട്ടില്ല എന്ന് തോന്നുന്നു. ആ ദൂരെ കാണുന്നത് വയനാട്ടിലെ ഒരു പാർക്കിൻ്റെ ഫോട്ടോയാണ്. വയനാടിന് ത്രില്ല് കൂടും, വൈത്തിരി പാർക്ക്, അഡ്വഞ്ചർ ഹോളിഡേയ്സ്, അതിൻ്റെ ബോർഡാണ് മേലെ കാണുന്നത്. സ്വര പറഞ്ഞ് സൈഡിൽ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. കൊച്ചു കൊച്ചു റബ്ബർ തോട്ടങ്ങൾ. ലെഫ്റ്റ് സൈഡിലെ റൈറ്റ് സൈഡിലെ സർക്കാരിൻ്റെ ഇതാ പ്രതാപ് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ കിടിലം ബസ് പ്രതാപ് കടന്നുപോയി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ സർക്കാരിൻ്റെ തേക്കിൻ്റെ പ്ലാന്റേഷനാണ് കേട്ടോ. ഏകദേശം ഞാൻ ഈ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തുമ്പോൾ ഈ തേക്ക് ഇവരിവിടെ പ്ലാന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ 11 കൊല്ലമായ തേക്കും തൈകളാണ്
ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്, റൈറ്റ് സൈഡിൽ കാണുന്നത്. എപ്പോഴും ലെഫ്റ്റ് ചിന്താഗതിയിലായതുകൊണ്ടാകാം റൈറ്റിലേക്ക് അധികം പോകുന്നില്ല. അപ്പോൾ ഇവിടം വരെ തേക്ക് പ്ലാന്റേഷനാണ്. ഇപ്പോൾ കയറ്റം കഴിഞ്ഞു, ചെറിയൊരു നിരപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഗിയറൊന്ന് ചേഞ്ച് ചെയ്തു. വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ സ്പീഡ് കുറച്ച് പോകുന്നത്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ പോകാറില്ല സാധാരണഗതിയിൽ. അപ്പം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് അടുക്കുന്നു. 3 കിലോമീറ്റർ വീഡിയോ. അപ്പം ഞാൻ വൈൻഡപ്പ് ചെയ്യട്ടെ ഗൈസ്. എല്ലാവരോടും ടാറ്റ ബൈ ബൈ, ഓക്കെ, സീ യു.